ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടുക്കാച്ച് വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാം. ഏറ്റവും നല്ല കുട്ടികൾ ജനിക്കുന്ന മാസം, ഏറ്റവും നല്ല കുട്ടികൾ ജനിക്കുന്ന മാസം. ഓക്കെ, ജൂൺ അല്ല, മാർച്ച്. മാർച്ച് അതിന് പരിപാടി ആടാവുക. ഇതാണ് ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും പറയാത്ത ഇതാണ് ഒന്നാമത്തെ. എന്തായാലും നമുക്ക് കാണാം, ബാക്കി കാണാം. അതുമല്ല, നവംബറും അല്ല. ഇനി ഏതാ? ഡിസംബർ, സെപ്റ്റംബർ, ഏപ്രിൽ. എന്തുവാടെ ബാക്കിയുള്ള മാസത്തിലൊന്നും ജനിച്ച കുട്ടികൾ നല്ല കുട്ടികളല്ലേ? അല്ലേ? അറിയാൻ മേലായിട്ട് ചോദിച്ചാണ് ഗൈസ്. ഇതെന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം ഓണാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സൈഡൊക്കെ ആക്കി എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ പശു അപ്പിടുന്ന സമയം രാവിലെ 5 മണി, രാത്രി 10 മണി, രാത്രി 7 മണി, പിന്നെ എപ്പയാ വൈകിട്ട് 5 മണിക്ക്. ഇതാണ് സംഭവം. ഇനി ഞാൻ ലുക്ക് മാറ്റട്ടെ. ഇതാണ് സംഭവം. സത്യത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും. കണ്ടന്റ് എങ്ങനെ ഒരു സെക്കൻഡ് ആലോചിച്ചാൽ മതി, അങ്ങനെ എന്തെങ്കിലും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അതിന് കുറച്ച് സമയവും പറയാം. എന്നിട്ട് ആദ്യം 2-3 ആൻസർ പറഞ്ഞിട്ട് അതല്ല എന്ന് പറയും, അവസാനം വേറെ ഏതെങ്കിലും പറയും. അതാണ് സംഭവം. നമുക്ക് എന്തായാലും അടുത്ത് കാണാം. ഇങ്ങനെ കുറച്ച് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ, ആരാ ഇപ്പൊ പോവുക? ആരെങ്കിലും സ്കിപ്പ് അടിച്ച് പോകുമോ? ഇല്ല. നമുക്ക് ബാക്കി കാണാം. ഗേൾസ് ആരില്ലല്ലോ അല്ലേ? ഇല്ല. നിങ്ങൾ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ പോകുമ്പോൾ മാക്സിമം ഹൈറ്റ് കുറഞ്ഞ ഷോർട്ട് ആയിട്ടുള്ള ഗേൾസ് നോക്കി തിരഞ്ഞെടുക്കും. കാരണം അപകടം എത്ര ചെറുതാണോ അതിന്റെ പ്രത്യാഘാതവും ചെറുതായിരിക്കും. അതിന്റെ ഹൈറ്റ് കൂടിയെടുത്ത പ്രത്യാഘാതം കൂടുതലായിരിക്കുമോ? ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. ഓരോന്ന് ഇതുപോലെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ബാക്കി കണ്ടു നോക്കാം. നെക്സ്റ്റ്, ബോയ്സിന് 1 സൈഡ് ലവ് ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോട് പറയും. ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് പറയും. നല്ലടേ വേണ്ടേ? ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറേ എണ്ണായില്ലേ? എന്നൊക്കെ എന്തുവാടേ, എന്തൊരു തേപ്പടേ. ബട്ട് 90% പെൺകുട്ടികളും ഫസ്റ്റ് ടൈം ആരോടും പറയില്ല. നല്ലതാ ആരോടും പറയാത്ത. പറയുന്നുണ്ടെങ്കിൽ അത് മനസ്സിനോട് മാത്രമായിരിക്കും. എന്തുവാടെ ഈ പറയുന്നത്? എന്തോന്ന് ഈ പറയുന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തോന്ന് ഈ പറയുന്നതെന്ന്. ബോയ്സിന് 1 സൈഡ് ലവ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയും. ഗേൾസിനാണെങ്കിൽ 90% ഗേൾസും ആരോടും പറയൂല. അവരവരുടെ മനസ്സിനോട് മാത്രമായിരിക്കും. എന്നതാ കുഞ്ഞെ അസുഖമോ? ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ 90% ആരോടും പറയില്ല ഫസ്റ്റ് ടൈമിൽ. പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിനോട് മാത്രമായിരിക്കും. അതിനിപ്പോ എന്തോന്ന്? അതിനെന്ത് പ്രശ്നം? എന്ത്? ശരിയെന്നാ നമുക്ക് അടുത്ത് കാണാം. യാത്രകളോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കണം. പിന്നെ ചന്ദനക്കുരി ഇടണം. വീടിനടുത്ത് അമ്പലമുണ്ട്, അമ്പലത്തിൽ പോയി വരാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കണം. ഇഷ്ടമല്ലെങ്കിൽ എന്താക്കൂ? കൊള്ളാടാ മോനെ, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇതെന്തോന്നിട്ട്? ഒരു കാന്താരിന്റെ കമന്റ് ഉണ്ട്. ചേട്ടായി കൊള്ളാലോ, നല്ല ചുന്ദരി കുട്ടിനെ കിട്ടൂട്ടോ, കാത്തിരുന്നാ നമുക്കുള്ളത് എവിടെയും പോവില്ല എന്ന്. കുറെ കലിപ്പന്മാരും ഉണ്ടാവും, കുറെ കാന്താരിമാരും ഉണ്ടാവും. ഇതൊക്കെ കേട്ടിരിക്കാൻ കുറെ പൊട്ടന്മാരും. അല്ല മച്ചാ, ഞാൻ അറിയാൻ മേലെ ഈ അമ്പലത്തിൽ പോകാനും ട്രിപ്പ് പോകാനും ഒക്കെ ഇഷ്ടമുള്ള ആളായിക്കോട്ടെ. ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഈ കല്യാണം കഴിക്കുന്നൊക്കെ? ആദ്യത്തല്ലേ വേണ്ടത്? ഇഷ്ടപ്പെട്ടിട്ടല്ലേ പിന്നെ ട്രിപ്പ് പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, മാമ കയറുന്നു എല്ലാം നോക്കണ്ടേ? അല്ലേ? എന്തായാലും കൊള്ളാം മോനെ. നമുക്ക് എന്തായാലും അടുത്ത് കാണാം. നിങ്ങളുടെ പേരിൽ എ അല്ലെങ്കിൽ എച്ച് ഉണ്ടെങ്കിൽ ഉണ്ട് മച്ചാനുണ്ട്. എൻ്റെ പേരിൽ എ ഉണ്ട്, എച്ച് ഉണ്ട്. അവർ മാത്രം വീഡിയോ ഫുള്ള് കാണും. ഓക്കെ, ഞാൻ എഡിറ്റ് ചെയ്തത്. അവർ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. അത് സത്യമാണ്. സങ്കടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവണം. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ? അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. അവർക്ക് ചെറിയ കുട്ടികളുടെ മനസ്സവും എല്ലാ പൊട്ടത്തരത്തിലും പോയി ചാടുന്നവരാവും. ഉവ്വോ
అంటే ఏంటి? ഇതെന്തായാലും അത്ര രസമൊന്നുമില്ല. ഞാൻ നമുക്ക് അടുത്ത് കണ്ടോക്കാം. നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയും, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടാവും. നന്നായി സമ്പാദിക്കാൻ അറിയും, അതുപോലെ തന്നെ നന്നായി ചെലവാക്കാനും അറിയും. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും പുറത്തു പറയില്ല, ആരും കഷ്ടപ്പെടാൻ കാരണക്കാരും ആവില്ല. നന്നായി തിന്നാനും അറിയും, നന്നായി അതെന്താ ചേർക്കാഞ്ഞതില്ല? അത് മോശമായിപ്പോയി ചേർക്കാഞ്ഞത്. അത് വേണ്ടല്ലേ, വേണ്ട കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. എസ് വെച്ചിട്ടാണെങ്കിലാട്ടോ ഫസ്റ്റ്. എന്റെ പേര് ഫസ്റ്റ് എസ് വെച്ചിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും അടുത്ത് കാണാം. പറയടാ വേഗോ പേരിന്റെ ലാസ്റ്റ് ലെറ്റർ. പോരട്ടങ്ങോട്ട്. എന്നാൽ ഇവർക്ക് ഇത് എവിടുന്ന് കിട്ടുന്നതാണ് നോക്കുന്നത്. എന്തായാലും ABCD ഉള്ളത് മുഴുവന്മാർ എന്തായാലും പഠിപ്പിച്ചെടുക്കും, ഉറപ്പാണ്. എന്തായാലും നമുക്ക് അടുത്ത് കണ്ടുനോക്കാം. പേരിൽ എച്ച് അല്ലെങ്കിൽ N ഇതിൽ ഏതെങ്കിലും ഉള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അവരുടെ ചിരി കാണാൻ ഒരു രക്ഷയുണ്ടാവില്ല. വേറെ ലെവൽ ചിരിയായിരിക്കും അല്ലേ. എന്തായാലും കൊള്ളാൻ മോനെ, നിന്നെ ഞാനൊന്നും പറയില്ല, ബാക്കി പറ. അവരുടെ സംസാരം കേട്ട വേഗം ചിരി വരും. വേണം വേണം, അതില്ലാതെ പറ്റുകയല്ല, അതെന്തായാലും വേണം. ഒട്ടും അസൂയ ഉണ്ടാവില്ല അവർക്ക്. ഇല്ല, അത് ശരിയാട്ടോ, അത് ശരിയാ, സംഭവം ശരിയാ, പറഞ്ഞ ശരിയാണ്. അസൂയ ഉണ്ടാവില്ല. ചെറിയ കാര്യത്തിന് വാശി പിടിക്കും. കഴിഞ്ഞോ പേരിന്റെ കഥയൊക്കെ കഴിഞ്ഞോ? മതി മതി, പേരിന്റെ ഇനി ഞാൻ എടുക്കുന്നില്ല. പേര് മിക്കവാറും സ്പെല്ലിങ് മുഴുവൻ ഉണ്ടാവും. സെഡൊക്കെ എവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. നമുക്ക് പേരിന്റെ ഒഴിവാക്കി നമുക്ക് വേറെ ഏതെങ്കിലും എടുത്തു നോക്കാം. ഒരാൾ നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഇതെന്തുവാട്ടെ ഇതൊരു കണക്ഷൻ ഇല്ലാത്ത ശരിയല്ലേ? അല്ല അല്ല അല്ലേ? ചിലപ്പോൾ അവിടെ വൈഫൈ ഉണ്ടെങ്കിലോ? വൈഫൈ ഉണ്ടാകും അവിടെ, അതുകൊണ്ടായിരിക്കും സ്പീഡിൽ റിപ്ലൈ ചെയ്യുന്നതിന് സ്പീഡ് ഉണ്ടെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാന്ന്. ഇവനൊക്കെ ഏതാ അറിയാൻ മേലായിട്ട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ ഏതാ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വേറൊന്നും ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും കിടുക്കാച്ചി വേറെ ലെവൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.